ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാട്ടിക രണ്ടാം വാർഡ് കമ്മിറ്റി മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. കെപിസിസി വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. അവരുപയോഗിക്കുന്ന ലെഗസി എന്ന് പറയുന്നത് അത് ഗാന്ധിയുടെ ലെഗസിയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. ഗാന്ധിയുടെ ലെഗസിക്ക്, ഗാന്ധിയുടെ പാരമ്പര്യത്തിന് മാത്രമേ ലോകത്ത് എല്ലായിടത്തും അംഗീകാരം ലഭിക്കൂ എന്ന് ഇന്ത്യയുടെ ഭരണത്തലപ്പത്തിരിക്കുന്നവർക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് ഗാന്ധിയെ തള്ളിക്കളയാൻ കഴിയില്ല. ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട്, പ്രത്യയശാസ്ത്രപരമായിട്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഗാന്ധിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ, ഗാന്ധിയൻ മൂല്യങ്ങൾക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങളൊക്കെ പറഞ്ഞു എന്ന് വരാം. കാരണം കോൺഗ്രസിനെതിരായിട്ട് പറയണമെങ്കിൽ ഗാന്ധിക്കെതിരായിട്ട് കൂടി പറയുക എന്നത് സ്വാഭാവികം മാത്രമാണ്. കാരണം മഹാത്മജിയുടെ, ബാപ്പുജിയുടെ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അപ്പൊ അതുകൊണ്ട് ആ പ്രസ്ഥാനത്തെ ആക്രമിക്കണമെങ്കിൽ അവർക്ക് ബാപ്പുജിയെ ആക്രമിക്കണം, അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ള മൂല്യങ്ങളെ ആക്രമിക്കണം, അതിനെ ഇകഴ്ത്തി കാണിക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി അവർ ശ്രമിക്കും. ഡിസിസി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. കെപിസിസി മെമ്പർ എം കെ അബ്ദുൽ സലാം മുതിർന്ന പ്രവർത്തകരെ ആദരിച്ചു. മഹാത്മാഗാന്ധി കണ്ട ഇന്ത്യ എന്ന വിഷയത്തിൽ PL ജോമി ക്ലാസ് എടുത്തു. കോൺഗ്രസ് രണ്ടാം വാർഡ് പ്രസിഡന്റ് UB മണികണ്ഠൻ അധ്യക്ഷനായി. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ്, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ TV ഷൈൻ, AN സിദ്ധപ്രസാദ്, VD സന്ദീപ്, KR ദാസൻ, PC ജയപാലൻ, AK പത്മപ്രഭ എന്നിവർ സംസാരിച്ചു.